ഹലോ ഗൈസ്, ഞാനൊരു എക്സാം കഴിഞ്ഞ സമയത്തൊക്കെ ഇനിയൊരു വീഡിയോ സീരീസ് ചെയ്യണോ, റെസ്പോൺസ് ഒന്നും അത്ര ഒരു കാര്യമായിട്ടില്ലല്ലോ എന്നുള്ള രീതിയിലേക്ക് ഇങ്ങനെ ഇരിക്കുമായിരുന്നു. അപ്പോഴാണ് എനിക്ക് ഈ മെസ്സേജ് തന്നത്. ഇതിൽ മൂപ്പര് പറയുന്നുണ്ട്, നീ എനിക്ക് വേണ്ടി ചെയ്ത വീഡിയോ അല്ലെങ്കിൽ പോലും എന്ന് പറയുന്നുണ്ട്. പക്ഷെ ആക്ച്വലി ഈ മെസ്സേജ് വായിച്ചാൽ എനിക്ക് തോന്നിയത് ഞാൻ ആ ഒരു വ്യക്തിക്ക് വേണ്ടി മാത്രം ചെയ്ത വീഡിയോ ആവും. ചിലപ്പോൾ എൻ്റെ ബെനിഫിഷ്യറി എന്ന് പറയുന്നത് ചിലപ്പോൾ ആ വ്യക്തി മാത്രമായിരിക്കും. ഒരാൾക്ക് ആ വീഡിയോ അതിൻ്റെ സത്വമായ രീതിയിൽ ഉപകാരപ്പെട്ടിട്ടുണ്ടായിരിക്കണം. സോ ഞാൻ വിചാരിച്ചു ഒരു കാര്യം ചെയ്യാം, ലെറ്റ് മീ കണ്ടിന്യൂ ദിസ് അണ്ടിൽ ഐ ഗെറ്റ് ബോർഡ്. ഓക്കെ, സോ നിലവിൽ നമ്മൾ സംസാരിക്കുമ്പോൾ നമുക്കറിയാം FMG റിസൾട്ട് വന്നു. നല്ലൊരു പാസിംഗ് പെർസെൻറ്റേജ് ഉണ്ട്. FMGയുടെ ഹിസ്റ്ററിയിലുള്ള പാസിംഗ് പെർസെൻറ്റേജുകൾ വെച്ച് നോക്കുമ്പോൾ നല്ലൊരു പാസിംഗ് പെർസെൻറ്റേജ് ഉണ്ട്. കമ്പാരിറ്റീവ്ലി കൂടുതൽ നമ്പർ ഓഫ് പീപ്പിൾസ് എഴുതിയിട്ടുമുണ്ട്. സോ ഇറ്റ്സ് എ ഗുഡ് സൈൻ. ആൻഡ് യാ, ബട്ട് ആസ് യൂഷ്വൽ ദ ഫെയിലിയർ സൈഡ് ഈസ് ഓൾസോ എ ബിഗ് റേഷ്യോ എന്ന് പറയേണ്ടി വരും. നോർമലി ഒരു FMG എക്സാം കഴിഞ്ഞ് റിസൾട്ട് വരുമ്പോൾ കുറച്ച് കാറ്റഗറി ഓഫ് പീപ്പിൾസ് ഉണ്ടാവും. അതായത് ഇപ്പം തോൽവിയുടെ ഭാഗം നോക്കുകയാണെങ്കിൽ ഞാൻ എങ്ങനെ തോറ്റു എന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്യാത്ത അല്ലെങ്കിൽ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഉണ്ടാവും. ഇല്ല, ഞാൻ അത്രേ പഠിച്ചിട്ടുള്ളൂ, ഈ റിസൾട്ട് ഞാൻ എക്സ്പെക്റ്റ് ചെയ്തിരുന്നു എന്ന് പറയുന്ന ഒരു കാറ്റഗറി ഉണ്ടാവും. ജയത്തിൻ്റെ സൈഡിലും ഇത് രണ്ടും ഉണ്ടാവും. അതായത് എടാ ഞാനെങ്ങനെ ജയിച്ചടാ, ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല കേട്ടോ എന്ന് പറയുന്ന ഒരു കാറ്റഗറി ഉണ്ടാവും. നോ, ഐ ഡിസേർവ്ഡ് ഇറ്റ് അങ്ങനെ പറയുന്ന ഒരു കാറ്റഗറി ഉണ്ടാവും. സോ ജയിച്ചവർക്ക് കൺഗ്രാറ്റുലേഷൻസ്. നിങ്ങളുടെ ഫേർദർ ജേർണീസൊക്കെ നിരവധി ഗ്രൂപ്പുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൽ അപ്ഡേഷൻസ് വരും, ഫോളോ അപ്പ് ചെയ്യുക. ചെറിയൊരു ഹെക്റ്റിക് പ്രൊസീജിയേഴ്സൊക്കെ നിങ്ങളുടെ മുമ്പിൽ വരാനുണ്ട്. യെറ്റ് കഴിഞ്ഞു പോയ ആ കാലത്തെ വെച്ച് നോക്കുമ്പോൾ അത്ര ഹെക്റ്റിക്കിന് വരാനില്ല. സോ യാ, ദാറ്റ്സ് ഗുഡ്. എനിക്ക് പറയാനുള്ളത് തോറ്റുപോയവരോടാണ്. തോറ്റുപോയവരോട് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തോറ്റുപോയവരാണെങ്കിൽ യു ഹാവ് എ വെരി ഗുഡ് ചാൻസ് ഓഫ് ക്രാക്കിംഗ് ദിസ് എക്സാം ഓൺ ദ നെക്സ്റ്റ് അറ്റംപ്റ്റ്. 2ൽ കൂടുതൽ തവണ എഴുതിയിട്ട് തോറ്റുപോയവരോട് ഐ എം സോറി ഗൈസ്, ബട്ട് ഐ ഡോണ്ട് തിങ്ക് മൈ അഡ്വൈസ് വുഡ് ബി ഗ്രേറ്റ് ഓർ വിൽ ബി ഹെൽപ്ഫുൾ. ബിക്കോസ് എവിടെയോ എന്തോ എന്നൊക്കെ പറയുന്നൊരു സെക്ഷൻ കഴിഞ്ഞു. ദ മൈറ്റ് ബി ലക്ക് എന്ന് പറയുന്നൊരു സെക്ഷനും കഴിഞ്ഞു. സംതിങ് ദാറ്റ് ഷുഡ് ബി ചേഞ്ച് ഫ്രം യുവർ സൈഡ്, യുവർ ഇൻസൈഡ് എന്നുള്ളൊരു സെക്ഷനിലാണ് നിങ്ങളുള്ളത്. അതെന്താ നിങ്ങൾ തന്നെ സോർട്ട് ഔട്ട് ചെയ്യണം. നമ്മളീ പറയുന്ന PYQസും അല്ലെങ്കിൽ MCQs എന്നുള്ള സെക്ഷൻസൊക്കെ മാറിയിട്ട് സംതിങ് ഡീപ്പ് ഷുഡ് ചേഞ്ച്. ആൻഡ് ഓൺലി യു ഗൈസ് ക്യാൻ ഡു ദാറ്റ്. ഫസ്റ്റ് അറ്റംപ്റ്റിലൊക്കെ ഫെയിൽ അയക്കുന്ന കുട്ടികളോടാണെങ്കിൽ യു ഗൈസ് അറ്റ് എ ഗോൾഡൻ പീരീഡ്. സെക്കൻഡ് അറ്റംപ്റ്റൊക്കെ ഫെയിൽ ആയി കഴിഞ്ഞാൽ യു വിൽ ബി മെൻ്റലി ഡിസ്ട്രോയിഡ്. ട്രസ്റ്റ് മീ, യു വിൽ ബി മെൻ്റലി ഡിസ്ട്രോയിഡ്. സോ ദിസ് ഈസ് എ ഗുഡ് ഫേസ്. ഐ നോ യു ഗൈസ് ആർ ഫക്ഡ് അപ്പ്. ഐ എം സോറി മൈ ലാംഗ്വേജ്, ബട്ട് യാ, ഐ നോ മെൻ്റലി യു ഗൈസ് ആർ മെസ്ഡ് അപ്പ്. എനിക്ക് പറയാനുള്ളത്, ഈ ഫസ്റ്റ് ടൈമിൽ ഫെയിൽ ആയിട്ട് ജയിക്കുന്നൊക്കെ പ്രതീക്ഷയുണ്ടായിട്ട് ഫെയിലായ ആൾക്കാരോട് പറയായിരുന്നു, ഈ സമയവും കടന്നു പോവും എന്ന് പറയുമെങ്കിൽ പോലും എനിക്ക് പേഴ്സണലി ഉള്ള ഫീലിംഗ് ഈ സമയം നിങ്ങളുടെ ഉള്ളിൽ ഇതുപോലൊന്ന് പിടിച്ചു നിർത്താൻ പറ്റിയിരുന്നില്ല. കാരണം കുറച്ച് മാസങ്ങൾ കഴിഞ്ഞാൽ കുറച്ച് മാസങ്ങൾ വേണ്ട, കുറച്ച് മണിക്കൂറുകളും ദിവസങ്ങളും കഴിഞ്ഞാൽ ഈ ഫീലിംഗ് അങ്ങ് ഡ്രെയിൻ ഔട്ട് ആവും. യു വിൽ ബി നോർമൽ. നിങ്ങൾ അടുത്ത FMG പ്രിപ്പറേഷൻ ഇരിക്കും. ഒരു 1.5 മാസമൊക്കെ കഴിയുമ്പോൾ ഇതിൻ്റെ ഒരു അംശം വരെ നിങ്ങളുടെ ശരീരത്തിലില്ല. ആൻഡ് യു വിൽ ബി ലൈക്ക് ചിൽ മോഡ്. അന്ന് നിങ്ങൾ ഈ നിമിഷം അനുഭവിക്കുന്ന അതേ ഇൻറ്റൻസിറ്റിയോടുള്ള വിഷമം നിങ്ങൾക്ക് നിങ്ങളുടെ മൈൻഡിൽ പ്രോസസ്സ് ചെയ്യാൻ പറ്റിയെങ്കിൽ ഐ ബെറ്റ് യു ഗൈസ് നത്തിങ് ക്യാൻ സ്റ്റോപ്പ് യു. ദിസ് ഈസ് ദ ഫ്യൂൽ ദാറ്റ് യു ക്യാൻ മേക്ക് ടു റൺ ദിസ് എക്സാം. സക്സസ് വിൽ ബി ഓൺ യുവർ ഹാൻഡ്സ്. ബട്ട് വി ആർ ഹ്യൂമൻസ്. 99% of us won't remember this moment. Yeah. FMGക്കൊരു സ്ട്രാറ്റജി പ്ലാനോ അല്ലെങ്കിൽ സബ്ജക്റ്റ് വൈസ് ടോപ്പിക്സ് അല്ലെങ്കിൽ എങ്ങനെ പാറ്റേൺ നോക്കണം എന്നൊക്കെ എന്നോട്
എൻ്റെ ജൂനിയേഴ്സും കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. ദ ബേസിക് തിങ് ഈസ് ദാറ്റ് ഞാനൊരു വീഡിയോ സെക്ഷൻ തുടങ്ങിയത് ഒരിക്കലും നിങ്ങൾക്ക് ടോപ്പിക്സ് പറഞ്ഞു തരാനോ അല്ലെങ്കിൽ സബ്ജക്റ്റിൽ ഇങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നു പറഞ്ഞു തരാട്ടോ, അത് ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല. പക്ഷെ അത്രത്തോളം ജ്ഞാനിയല്ല ഞാൻ. എൻ്റെ FMG ഹിസ്റ്ററി എന്ന് പറയുന്നത് ഞാനൊരു അത്ര ടോപ്പറോ കാര്യമൊന്നുമല്ല. ദ തിങ് ഐ അണ്ടർസ്റ്റുഡ് ഈസ് ദർ ഇസ് എ ഗ്രേറ്റ് മെൻ്റൽ സൈഡ് ടു ദിസ് പ്രോസസ് ദാറ്റ് നോ വൺ ടോക്സ് അബൌട്ട്. Everyone will talk about PYQ, MCQ, blah, blah, blah. But your mental side is equally important. It's equally destroying at the same time. So, ആ പ്രോസസ്സുകൾ നിങ്ങളുടെ പഠിത്തം നിങ്ങളുടേതായ രീതിയിൽ, ഇപ്പം ഞാനൊരു ടൈം ടേബിൾ ഇട്ടെന്ന് വിചാരിച്ച് ഇഫ് യു ഗൈസ് ആർ നോട്ട് ഫോളോയിങ് ഇറ്റ്, ദിസ് നോ മാറ്റർ ഞാൻ എന്ത് ചെയ്തു എന്നുള്ളൊരു കാര്യമില്ല. നിങ്ങൾ കുറച്ച് കഴിഞ്ഞാൽ പറയും ദാറ്റ് ഗായ് വർക്കാകുന്നില്ല, മൂപ്പരുടെ കാര്യങ്ങളൊന്നും വർക്കാകില്ല, മൂപ്പറിൻ്റെ കുറേ സാധനമൊക്കെ പറയും, വെറുതെ എന്നൊക്കെ പറയും. ദ തിങ് ഈസ് ദാറ്റ് യു ഗൈസ് ആർ നോട്ട് ഫോളോയിങ് ഇറ്റ്. അതിനിപ്പോൾ എവിടെ നിന്ന് എങ്ങനെയാണെങ്കിലും ഇഫ് യു ഗൈസ് ആർ നോട്ട് ഫോളോയിങ് ഇറ്റ്, എൻഡ് ഓഫ് ദ ഡേ യു വിൽ ബ്ലെയിം മീ ഫോർ മേക്കിംഗ് ദാറ്റ് പ്രോസസ് ഓഫ് മേക്കിംഗ് ദാറ്റ് എന്താ പറയുക, ആ ഒരു ഐഡിയാസ് തന്നതിന് എന്നെയാണ് ബ്ലെയിം ചെയ്യുക. സോ അതിലുപരി ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് യു ഗൈസ് ഫോക്കസ് ഓൺ യുവർ സ്റ്റഡീസ് ആൻഡ് ഐ വിൽ ഹെൽപ്പ് യു ഗൈസ് ടു ഗെറ്റ് ത്രൂ യുവർ മെൻ്റൽ സൈഡ് ഓഫ് പ്രിപ്പറേഷൻസ് എന്നുള്ള കാര്യത്തിലാണ്. ഓക്കെ, സോ സബ്ജക്റ്റ് വൈസ് ഒരു ഷെഡ്യൂൾഡ് ടൈം ടേബിൾ വേണമെന്നൊക്കെ ഉണ്ടെങ്കിൽ, ഒരു ടോപ്പിക്ക് ഞാൻ സംസാരിക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. നമുക്കൊരടുത്ത വീഡിയോ ചെറിയ ബ്രീഫായിട്ട് വളരെ ബേസിക്കായിട്ട് ഞാൻ മനസ്സിലാക്കിയത് ഒരു സാധാരണക്കാരൻ എന്ന രീതിയിൽ, അത്ര ടോപ്പറൊന്നും അല്ലാത്തൊരു രീതിയിൽ ഞാൻ മനസ്സിലാക്കിയ കുറച്ച് കാര്യങ്ങൾ വേണമെങ്കിൽ ഷെയർ ചെയ്ത് തരാം. ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. ആൻഡ് ഐ വിൽ ബി ഹിയർ ടു മെൻറ്റ് യു ഗൈസ് മെൻ്റലി ഹൗ ടു പ്രിപ്പയർ FMG. ആൻഡ് ഐ തിങ്ക് വി വിൽ get through this eventually. Why not? Hold tight, guys. It's a tough phase, I know. Breathe. It's the only way to survive. Get some fresh air, have some time, and eventually get back to the track. Thank you.